അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഇന്നും ഒരു ഡ്രിങ്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. ലസ്സി എന്നാണ് ഇതിന് പറയുന്നത്. പപ്പായ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലസ്സി ഒരുപാട് പേര് കുടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ കുടിക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പപ്പായ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വലിയ പപ്പായയുടെ പകുതി ഉണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈര് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ഏകദേശം അതൊരു കപ്പ് ഉണ്ടാവും. പിന്നെ 3 ഏലക്ക, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം മിക്സിക്കകത്തോട്ട് ഈ പപ്പായ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്തോട്ട് നമുക്ക് ഈ തൈര് മുഴുവനായിട്ട് ചേർക്കാം. ഇത് പുളി ഒട്ടും ഇല്ലാത്ത തൈരാണ്, അപ്പോൾ പുളിയുള്ള തൈര് എടുക്കരുത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 3 ഏലക്കായും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാനിതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെയാണ് ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണിത്. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം സാധാരണ ഇടുന്നതിനേക്കാളും, അല്ലെങ്കിൽ തൈരിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിത് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പപ്പായ കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇത് പപ്പായ വെച്ച് മാത്രമല്ല, മാംഗോ വെച്ചിട്ടും കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ കുറച്ച് പപ്പായ അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കോൺടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് കോൺടെസ്റ്റ് 3ൽ മത്സരാർത്ഥികൾ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ റെസിപ്പി ഇടുകയാണെങ്കിൽ വിജയിക്കാൻ ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ 27th മാർച്ചിന് തന്നെ ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.